ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ കണ്ട ഒരു മുടന്തന് അവർ സൗഖ്യം നൽകി. സൗഖ്യം കിട്ടിയ മുടന്തൻ ദേവാലയത്തിനുള്ളിൽ കടക്കുകയും തുള്ളിയും ചാടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തത് കണ്ട പുരുഷാരം പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അടുക്കൽ വന്നു. അവർ ആളുകളുടെ ശ്രദ്ധ അവരിലേക്ക് തിരിക്കാതെ, ഈ മുടന്തന് സൗഖ്യം കിട്ടിയത് നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ് എന്ന് പറഞ്ഞ് അവരോട് സുവിശേഷം പറയുകയും മാനസാന്തരത്തിനായുള്ള ആഹ്വാനം നൽകുകയും ചെയ്തു. ഇവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവാലയത്തിൽ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും വന്നു. പുരോഹിതന്മാർ ദേവാലയത്തിൽ അധികാരമുള്ളവരാണ്. ദേവാലയത്തിൽ ഒരു പടനായകനുണ്ട്. ഇത് റോമൻ ഗവൺമെൻറ് ഭരിക്കുന്ന കാലമാണെങ്കിലും യെരുശലേമിലെ ദേവാലയത്തിനും യെരുശലേം പട്ടണത്തിലെ യഹൂദ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് 72 പേരുള്ള ഒരു സൻഹിദ്രി സംഘമാണ്. ആ സംഘത്തിൽ പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, പുരോഹിത വംശത്തിലുള്ളവരുണ്ട്. പിന്നെ ആ 72 പേരിൽ ഭൂരിപക്ഷം ആളുകളും സദൂക്യരായിരുന്നു. സദൂക്യരെന്ന് പറഞ്ഞാൽ അവർ മോശയുടെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ. അത് കഴിഞ്ഞുള്ള പുസ്തകങ്ങൾ അവർ വിശ്വസിച്ചിരുന്നില്ല. അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ദൂതന്മാരിൽ വിശ്വസിച്ചിരുന്നില്ല. യാതൊരു അത്ഭുതങ്ങളിലും അവർ വിശ്വസിച്ചിരുന്നില്ല. ആ കൂട്ടരാണ് സദൂക്യർ. അപ്പോൾ ഈ സൻഹിദ്രി സംഘം ഭരണപക്ഷത്തിൽ സദൂക്യരായിരുന്നു ഭൂരിപക്ഷം. പിന്നെ അവിടുത്തെ ലോ ആൻഡ് ഓർഡറിന് വേണ്ടി ചില പടയാളികളുണ്ട്. അവർ റോമൻ പടയാളികളല്ല, മറിച്ച് ക്രമസമാധാനം നിലനിർത്തുവാൻ വേണ്ടിയുള്ള പോലീസുകാരാണ്. അവരാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തത് എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇവർ പത്രോസിനെയും യോഹന്നാനെയും കണ്ട് നീരസപ്പെട്ടു. അതിൻ്റെ കാരണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചപ്പോൾ അവർ വന്ന് യേശുവിനോട് ചോദിച്ചു, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അവിടെ ജനത്തെ പഠിപ്പിക്കാനുള്ള അധികാരം മഹാപുരോഹിതന്മാർക്കും സദൂക്യർക്കുമാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. നിനക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിച്ചത്. ഇവിടെ ആ യേശുവിൻ്റെ ശിഷ്യന്മാർ അവർ അതേ കാര്യം ചെയ്യുന്നു. അവർ ജനത്തെ പഠിപ്പിക്കുന്നു.
അവർ ജനത്തെ പഠിപ്പിക്കുന്നു എന്നത് മാത്രമല്ല അവർക്ക് നീരസമുണ്ടാക്കിയത്. അവരുടെ ഉപദേശം, അതായത് ജനത്തെ ഈ ശിഷ്യന്മാർ ഉപദേശിച്ചത് മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കുകയും ചെയ്തു. അതാണ് അവരെ കൂടുതൽ ചൊടിപ്പിച്ചത്. അപ്പോൾ അനധികൃതമായ ദേവാലയത്തിൽ ആളുകളെ പഠിപ്പിച്ചു എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ശിഷ്യന്മാരെ അറസ്റ്റ് ചെയ്തത്. അവരെ പിടിച്ച് കാവലാക്കി. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ലോക്കപ്പ് എന്ന് പറയാം. അവർ ഒരു രാത്രി ലോക്കപ്പിൽ കിടന്നു. കാരണം ഈ സംഭവം നടന്നപ്പോഴേക്കും സന്ധ്യയായി. ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ പോയത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോസ്തലന്മാർ ഈ 2 പേർ തടവിലായി. എന്നാൽ അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. അതായത് മുടന്തന് സൗഖ്യം കിട്ടിയതിന് ശേഷം പത്രോസ് അവരോട് സംസാരിച്ചത് കേട്ടത് വിശ്വസിച്ച ആളുകൾ. അവർ കൂടി വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ യെരുശലേമിലെ സഭയിലെ അംഗബലം ഏതാണ്ട് 5000 2-ാം അധ്യായത്തിൽ അത് 3000 എന്ന് നമുക്കറിയാം. ഇപ്പോഴത് 5000. അപ്പോസ്തലന്മാർ ദൈവവചനം പ്രസംഗിച്ചു, പക്ഷേ അവർ അതിന് തടവിലായി. എന്നാൽ അവർ പ്രസംഗിച്ച ദൈവവചനം ആളുകളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു. അത് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കി. പൗലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബന്ധനസ്ഥനാണ്, എങ്കിലും ദൈവവചനത്തിന് ബന്ധനമില്ല. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ അപ്പോസ്തലന്മാർ ഒരു രാത്രി കാവലിൽ ആയിരുന്നു. പിറ്റേനാൾ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. അവർ ഈ കാര്യമൊക്കെ അറിഞ്ഞു. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് അവർ നടുവിൽ നിർത്തി. ഇവിടെ 8 തരത്തിലുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇവർ ഭരണ അധികാരം ഉള്ള ആളുകളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, റോമൻ ഗവൺമെൻറ്റുമായി ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. എന്നാൽ ഈ ശിഷ്യന്മാർ അവർ 2 ഗലീലക്കാരാണ്. 2 പേരും മുക്കുവന്മാരാണ്. ഇവർക്ക് ഫോർമലായിട്ടുള്ള യാതൊരു വിദ്യാഭ്യാസവും ഇല്ല. ഇങ്ങനെയുള്ള 2 പേരെ ചോദ്യം ചെയ്യുവാൻ വന്നിരിക്കുന്ന ആളുകൾ പ്രമാണിമാർ, മൂപ്പന്മാർ, ശാസ്ത്രിമാർ, മഹാപുരോഹിതനായ ഹന്നാവ്, കയ്യഫാവ്, യോഹന്നാൻ, അലക്സാണ്ടർ. അവരൊരു പക്ഷേ പുരോഹിത കുടുംബത്തിലുള്ളവരായിരുന്നിരിക്കാം, പിന്നെ പുരോഹിത വംശത്തിലുള്ള മറ്റുള്ളവരും. ഇങ്ങനെ 8 കൂട്ടം ആളുകൾ, വിദ്യാസമ്പന്നരായ ആളുകൾ, സമൂഹത്തിൽ വലിയ പദവിയുള്ള ആളുകൾ, അവർ വിദ്യാവിഹീനരായ യോഹന്നാനെയും പത്രോസിനെയും ചോദ്യം ചെയ്യാൻ വരികയാണ്. ഈ 2 പേർ കഴിഞ്ഞ രാത്രി തടവിലായിരുന്നു. അവർക്ക് അവരുടെ കേസ് വാദിക്കുവാനോ അവർക്ക് ഇവരോട് വാദിക്കുവാനോ ഉള്ള യാതൊരു തയ്യാറെടുപ്പ് നടത്താൻ ഒരു അവസരവും ഇല്ലായിരുന്നു. എന്നാൽ അതൊന്നും അവരെ ഭയപ്പെടുത്തിയില്ല. അതെല്ലാം വാസ്തവമാണ് എന്നിരിക്കെ തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് ഈ 2 പേർ മറുപടി നൽകുന്നതാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവരുടെ ചോദ്യം ഇതാണ്: ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. ഇവരുടെ ചോദ്യം ആലോചിച്ച് ചോദിച്ച ചോദ്യമാണോ എന്നെനിക്ക് സംശയമുണ്ട്. അവർ ആലോചിച്ച് കാണും. എന്നാൽ അവർ ചോദിച്ച ചോദ്യമാണ് അവർക്ക് ഏറ്റവും വലിയ വിനയായി തീർന്നത്. കാരണം അവരുടെ ചോദ്യം നിങ്ങൾ ഏത് ശക്തി കൊണ്ട് ചെയ്തു എന്നും ഏത് നാമത്തിൽ ഇത് ചെയ്തു എന്നുമാണല്ലോ. ഈ 2 ചോദ്യങ്ങൾക്ക് ശിഷ്യന്മാർ നൽകുന്ന ഉത്തരമാണ് ശിഷ്യന്മാർക്ക് ലോകത്തോട് പറയാനുള്ളത്. അവർ പ്രസംഗിക്കുവാൻ ഉദ്ദേശിച്ച അതേ കാര്യം തന്നെ ചോദ്യരൂപത്തിൽ ഇവർ ചോദിക്കുന്നു. ബുദ്ധിയുള്ള ആളുകളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷേ അവരെ കൊണ്ട് ഒരുപക്ഷെ ദൈവമായിരിക്കും ആ ചോദ്യം ചോദിപ്പിച്ചത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് പറയുന്നു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സാധാരണ പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത് സഭയിലോ എന്തെങ്കിലും ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഇതാ 2 പേരെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവരെ വിസ്തരിക്കുവാൻ കോടതി മുമ്പാകെ ഹാജരാക്കിയിരിക്കുകയാണ്. അവരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ആളുകളാണ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. പക്ഷേ ആ അവസരത്തിൽ അവർ പരിശുദ്ധാത്മ നിറവുള്ളവരായി തീർന്നു.
അപ്പോൾ പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് FAC ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ആത്മാവിൽ നിറഞ്ഞിരിപ്പിൻ എന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ, ജോലിക്കാർ, യജമാനന്മാർ, ഇവരൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മ നിറവിൽ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമുക്കായിരിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കും എന്നാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.